അപ്പോൾ നമ്മളപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, റീഓർഡർ ലെവലിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഗായ്സ്, വെൽക്കം ടു എൻട്രി എലിവേറ്റ് ACCA. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ACCയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ തന്നെ മാനേജിങ് ഇൻവെൻട്രി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇത് ആക്ച്വലി ലാസ്റ്റ് 2 ക്ലാസ് എടുത്ത് നമ്മൾ വെച്ചൊരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സോ ബാക്കി 2 ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് എന്ത്, ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം നോക്കിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ EOQ അങ്ങനെ കുറേ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം നോക്കി. അതുപോലെ തന്നെ വരുന്നൊരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് എന്ത്, ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. സപ്പോസ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു കാർ പർച്ചേസ് ചെയ്യാൻ പോകുന്ന വിചാരിക്കും. നിങ്ങളൊരു കാർ പർച്ചേസ് ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് ആ കാർ ഷോറൂമിൽ പോയിട്ട് ഉടനെ അത് കിട്ടുമോ? ഇല്ല. നമ്മളിപ്പോൾ ഒരു ടാറ്റയുടെ ഒരു കാർ പർച്ചേസ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ടാറ്റയുടെ ഷോറൂമിൽ നേരെ കയറി ചെന്നിട്ട് ഇന്ന് പോയി കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് ഡെലിവറി കിട്ടത്തില്ല. നമുക്ക് എന്തായിരിക്കും, ഒരു വെയിറ്റിംഗ് പീരീഡ് കാണും, ഒരു 5 to 6 months അല്ലേ? അപ്പോൾ ഈ ഒരു നമ്മളൊരു ആൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടാറ്റ കമ്പനി എന്ത് ചെയ്യും, ഈ ഒരു ഓർഡർ എന്ത് ചെയ്യും, അവരുടെ ബാക്ക് ആൻഡ് ടീമിനായിരിക്കും അല്ലേ. മീൻസ് നോർമൽ ഗുഡ്സ് പോലെയല്ല, നമ്മുടെ ക്ലോത്ത്സ്, ബുക്സ് അതുപോലെയല്ല. ഇത് ഓൾറെഡി നമുക്ക് വേണ്ടി ഉണ്ടാക്കി അവിടെ വെച്ചിട്ടില്ല അല്ലേ. നമ്മൾ ഓർഡർ കൊടുക്കുമ്പോഴായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ നേരെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഏത് മോഡലാണ് പറഞ്ഞത്, എന്തൊക്കെ ആക്സസറീസ് ആണ് പറഞ്ഞത്, അതനുസരിച്ച് ഇവരെന്ത് ചെയ്യും, ഇവർ നേരെ ഇവരുടെ സപ്ലയറിൻ്റെ അടുത്ത് പോയിട്ട് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. എന്നിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് ഇവർ ഓൾറെഡി എന്ത് വാങ്ങിച്ച് വെക്കത്തില്ല, റോ മെറ്റീരിയൽസ് മേടിച്ച് വെക്കത്തില്ല. ഒരു കസ്റ്റമറിൻ്റെ ഓർഡർ കിട്ടുമ്പോൾ ഇവരെന്ത് ചെയ്യും, എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് ആ കസ്റ്റമറിന് വേണ്ടതെന്ന് നോക്കിയിട്ട് നേരെ ആരുടെ അടുത്ത് പോകും, സപ്ലയറിൻ്റെ അടുത്ത് പോകും. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്നത്. സോ അതിനാണ് എന്ത് പറയുന്നത്, ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. എപ്പോഴാണോ ആവശ്യം അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, പർച്ചേസ് ചെയ്യുള്ളൂ. സോ ഇവിടെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇൻ ടൈം ഈസ് എ മാനുഫാക്ചറിങ് ആൻഡ് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി ദാറ്റ് മിനിമൈസസ് ഇൻവെൻട്രി ആൻഡ് വേസ്റ്റ് വൈൽ ഇംപ്രൂവിങ് കസ്റ്റമർ സർവീസ്. മീൻസ് നമ്മുടെ ഇൻവെൻട്രി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ മിനിമൈസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇൻവെൻട്രി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കുറേ എടുത്ത് വെക്കത്തില്ല. നമ്മൾ ആവശ്യം വരുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുള്ളൂ. പിന്നെ ഇറ്റ് ഫോക്കസ് ഓൺ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓൺലി വെൻ നീഡഡ് ഇൻ ദ എക്സാക്ട് ക്വാണ്ടിറ്റീസ് ആൻഡ് അറ്റ് കോമ്പറ്റീറ്റീവ് പ്രൈസസ്. മീൻസ് നമ്മൾ എപ്പോഴാണോ ആവശ്യം അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഒരിക്കലും നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച് അത് വാങ്ങിക്കാൻ ആളില്ലാതെ കാണത്തില്ല. കാരണം എന്താ, നമ്മൾ ഓർഡർ കിട്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ, സാധനം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇതിൻ്റെ വേറെ പോയിന്റ്സ് പറയുകയാണെങ്കിൽ, നോൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ് ലൈക്ക് എക്സസ് ഇൻവെൻട്രി, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് കുറേ ഇൻവെൻട്രി നമ്മൾ ഓർഡർ ചെയ്യത്തില്ല. പിന്നെ നമ്മളെന്താ, ഇറ്റ് റിലയസ് സിംഗിൾ റിലയബിൾ സപ്ലയർ ഫോർ ഹൈ ക്വാളിറ്റി ഫ്രീക്വൻറ്റ് ഡെലിവറീസ്, റെഡ്യൂസിങ് ഇൻവെൻട്രി കോസ്റ്റ് ബട്ട് ഇൻക്രീസിങ് ഓർഡറിങ് കോസ്റ്റ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെൻട്രി ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യുള്ളൂ, പർച്ചേസ് ചെയ്യുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു സപ്ലയറിനെ എന്ത് ചെയ്യും, കണ്ടുപിടിച്ച് വെക്കും. അത്രയും റിലയബിൾ, കാരണം നമ്മൾ എപ്പോൾ പോയി ചോദിച്ചാലും സാധനം എടുത്തു തരാൻ വേണ്ടിയിട്ടുള്ള അത്രയും അടിപൊളിയായിട്ടുള്ള സപ്ലയർ എന്ത് വേണം, അവിടെ ഉണ്ടാവണം. സോ റിലയബിൾ ആയിട്ടുള്ള സപ്ലയറെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെറ്റാക്കി വയ്ക്കും. ഈ ഒരു റിലയബിൾ സപ്ലയർ ഉണ്ടെങ്കിൽ അവർ തരുന്ന റോ മെറ്റീരിയൽസ് എന്തായിരിക്കും, അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കും. നമ്മൾ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽസിന് അത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിനിഷ് ഗുഡ്സിന് എന്ത് കാണും, അത്രയും ക്വാളിറ്റി കാണും. അതിനാണ് പറയുന്നത്, ക്വാളിറ്റി ഇഷ്യൂസൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഒക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം നമ്മൾ കുറേ ഇൻവെൻട്രി ഒന്നും നമ്മൾ എന്ത് ചെയ്തില്ല, അങ്ങനെ പർച്ചേസ് ചെയ്തില്ല. സോ ഹാൻഡ്ലിംഗ് ഒക്കെ എന്തായിരിക്കും, കുറച്ചും കൂടെ ഈസി ആയിരിക്കും. കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ, അപ്പോൾ അതെന്താ, ഒരു സിംഗിൾ സപ്ലയറിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത് അല്ലേ. ആ ഒരു സിംഗിൾ സപ്ലയറിന് അത്രയും റിലയബിൾ ആയിരിക്കും. ആളെപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഡെലിവറി നടത്താൻ പറ്റണം. എപ്പോൾ നമ്മൾ പറഞ്ഞാൽ അപ്പം തന്നെ സാധനം കൊണ്ട് എത്തിക്കാൻ പറ്റണം. ഇതൊക്കെയാണ് നമ്മുടെ ജസ്റ്റ് ഇൻ ടൈമിൻ്റെ കീ പോയിന്റ്സ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഒരു കൺക്ലൂഷനാണ് എന്ത്, നമുക്ക് സ്മൂത്ത് പ്രൊഡക്ഷൻ ഫ്ലോ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ ക്യാപിറ്റൽ ടൈഡ് അപ്പ് ഇൻ ഇൻവെൻട്രി മിനിമൽ ആയിരിക്കും. മീൻസ് നമുക്ക് പ്രൊഡക്ഷനൊക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ സാധനം വേണ്ടത് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യും, അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡെലിവറി ചെയ്യും. അപ്പോൾ പ്രൊഡക്ഷൻ ഫ്ലോ കുറച്ച് ഈസി ആയിരിക്കും, ഫ്ലെക്സിബിൾ പ്രോസസ്സായിരിക്കും. നമുക്ക് ഒട്ടും എപ്പോഴാണോ ആവശ്യം അപ്പോൾ വാങ്ങിച്ചാൽ മതി. നമുക്കിങ്ങനെ മേടിച്ച് വെച്ച് ഇൻവെൻട്രി ഡാമേജ് ആയി, തെഫ്റ്റായി, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. പിന്നെ മിനിമൽ ക്യാപിറ്റൽ ടൈഡ് അപ്പ് ഇൻവെൻട്രി. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഒരു സംഭവം പറഞ്ഞായിരുന്നു, ഇൻവെൻട്രി ഭയങ്കര ഹൈ ആയിട്ട് കീപ്പ് ചെയ്ത്, അല്ല അവിടെ ഫോർഗോൺ ഇൻട്രസ്റ്റ് ഡ്യൂ ടു ക്യാപിറ്റൽ ടൈഡ് അപ്പ് ഇൻവെൻട്രി എന്ന് പറഞ്ഞത്. മീൻസ് ഇൻവെൻട്രി ഇങ്ങനെ നമ്മൾ കുറേ എടുത്ത് വെച്ചാൽ അവിടെ എന്തുവരും, നമുക്ക് ആ ഇൻവെൻട്രി നമുക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടിയേനെ. സോ ആ ഒരു പ്രോബ്ലം എന്താവും, ഇവിടെ സോൾവ് ആകും. കാരണം എന്താ, ക്യാപിറ്റൽ ടൈഡപ്പിന് ഇൻവെൻട്രി കുറവായിരിക്കും. ഇവിടെ വലിയ 50 crore 10 crore ഒന്നും ആയിരിക്കത്തില്ല നമ്മുടെ ഇൻവെൻട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചെറിയ അമൗണ്ട്സ് ആയിരിക്കും. സോ അതാണ് ബേസിക്കലി ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.
അടുത്ത ടോപ്പിക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, തിയറിറ്റിക്കൽ ടോപ്പിക്കാണ്. എന്താ പീരിയോഡിക് റിവ്യൂ സിസ്റ്റം എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയൊരു റിവ്യൂ സിസ്റ്റമാണ്. നമ്മളിപ്പോൾ പഠിച്ച പോലെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ജസ്റ്റ് ഇൻ ടൈം പോലത്തെ അത്രയും കോംപ്ലിക്കേറ്റഡ് മെത്തേഡൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ പീരിയോഡിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മൈൻഡിൽ വരുന്നത്? പീരിയോഡിക് മീൻസ് ഓരോ സമയം അനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ റിവ്യൂ ചെയ്യും. ഓരോ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും. ചിലപ്പോൾ 3 months ആയിരിക്കാം, ചിലപ്പോൾ 4 months ആയിരിക്കാം, ചിലപ്പോൾ 5 months ആയിരിക്കാം. സോ ആ ഒരു 3 months കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ വെയർ ഹൗസിലോട്ട് പോകും. ഇൻവെൻട്രി എത്രയാണ് ബാക്കിയുള്ളതെന്ന് നോക്കും. എത്രയെങ്കിലും നമ്മൾ ആവശ്യമുണ്ടോ, ബാക്കിയുണ്ടോ, നമുക്കിനി എത്രയാണ് പർച്ചേസ് ചെയ്യേണ്ട വരുന്നത്, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യുന്നതിനാണെന്ന് പറഞ്ഞത് പീരിയോഡിക് റിവ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ വെയർ ഹൗസിൽ പോയിട്ട് ചെക്ക് ചെയ്യും, എത്രയാണ് എൻ്റെ ഇൻവെൻട്രി ബാക്കി. ഓക്കെ 500 kgs, നമുക്ക് ഇനി 700 kgs ആണ് ആവശ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 200 kgs എന്ത് ചെയ്യും, എക്സ്ട്രാ ഓർഡർ കൊടുക്കും. അതിനാണ് എന്ത് പറയുന്നത്, പീരിയോഡിക് റിവ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. മീൻസ് ഒരു ഫിക്സഡ് ഇൻ്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിവ്യൂ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, നമ്മൾ റിപ്ലനിഷ് ചെയ്യും. ഇൻവെൻട്രീസ് എന്ത് ചെയ്യും, ആഡ് ബാക്ക് ചെയ്യും. ഓർഡർ കൊടുത്ത് നമുക്ക് എത്രയാണോ ആവശ്യം അത് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. അതിനാണ് പീരിയോഡിക് റിവ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കാണെന്ത്, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞായിരുന്നു. മീൻസ് ദ ഒപ്റ്റിമം റീഓർഡർ ലെവൽ ആൻഡ് ദ ഒപ്റ്റിമം റീഓർഡർ ക്വാണ്ടിറ്റി. ആൻഡ് ഒപ്റ്റിമം റീഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തു എന്ത് വെച്ചിട്ട്, നമ്മുടെ EOQ വെച്ചിട്ട്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഈ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഒരാളും കൂടി ഇല്ലേ, ഒപ്റ്റിമം റീഓർഡർ ലെവൽ. ഇത് കണ്ടുപിടിക്കാൻ നമുക്കിപ്പോഴാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മളപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, റീഓർഡർ ലെവലിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റീഓർഡർ ലെവലിൻ്റെ കാൽക്കുലേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ റീഓർഡർ ലെവലിലെ കാൽക്കുലേഷൻ വരുന്നത് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്, ലീഡ് ടൈം മൾട്ടിപ്ലൈഡ് ബൈ യൂസേജ്. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന വരെയുള്ള ആ ഒരു ഡിലേ. മീൻസ് 10-ാം തീയതിയാണ് നമ്മളിപ്പോൾ ഒരു ഓർഡർ ചെയ്യുന്നത്, 20-ാം തീയതിയാണ് നമുക്ക് ആ സാധനം ഡെലിവറി ആകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡിലേ വന്ന ഒരു 10 ദിവസം ഇല്ലേ, 10-ാം തീയതി ഓർഡർ ചെയ്തു, 20-ാം തീയതി കിട്ടി, ഒരു 10 ദിവസം ഡിലേ വന്നില്ലേ. ആ ഒരു ഡിലേക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഡ് ടൈം എന്ന് പറയുന്നത്. സോ ലീഡ് ടൈം മൾട്ടിപ്ലൈഡ് ബൈ യൂസേജ്. ആ ഒരു ലീഡ് ടൈമിലെ യൂസേജ്, ഇപ്പോൾ ഒരാഴ്ചയാണ് നമ്മുടെ ലീഡ് ടൈം എന്ന് വിചാരിക്കും. ആ ഒരാഴ്ച നമ്മൾ 100 കിലോ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. നമ്മുടെ കമ്പനി യൂസ് ചെയ്യാൻ പോകുന്നത് 100 കിലോ ഇൻവെൻട്രി ആണ്. അങ്ങനെയാണെങ്കിൽ 1 മൾട്ടിപ്ലൈഡ് ബൈ 100 kgs ആയിരിക്കും എന്ത്, നമ്മുടെ റീഓർഡർ ലെവൽ വരുന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ എ കമ്പനി റെഗുലർലി പ്ലേസസ് ഓർഡേഴ്സ് ഫോർ റോ മെറ്റീരിയൽസ്. ദ ഡെലിവറി ലീഡ് ടൈം ഫോർ ആൻ ഓർഡർ കറൻറ്റ്ലി ഈസ് 2 weeks. 2 weeks ആണ് ഇവിടുത്തെ എന്ത്, കറൻറ്റ്ലി ഉള്ള ലീഡ് ടൈം വരുന്നത്. ആൻഡ് മെറ്റീരിയൽ യൂസേജ് റേറ്റ് എന്താണ്, 100 units പെർ വീക്കാണ്. 2 weeks ആണ് നമ്മുടെ ലീഡ് ടൈം. ലീഡ് ടൈം വരുന്നത് 2 weeks ആണ്. നമ്മുടെ യൂസേജ് വരുന്നത് 100 units പെർ വീക്കാണ്. സോ നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. നമ്മുടെ ആ ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ 2 weeks ആണ്, യൂസേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 units. സോ ലീഡ് ടൈം 2 മൾട്ടിപ്ലൈഡ് ബൈ 100 units ആണ് യൂസേജ് വരുന്നത്. സോ എന്തായിരിക്കും, 200 units ആയിരിക്കും ഇവിടുത്തെ എന്ത്, റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക്കലി റീഓർഡർ ലെവലിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ലീഡ് ടൈം എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, മൾട്ടിപ്ലൈഡ് ബൈ എന്ത് ചെയ്താൽ യൂസേജ് ചെയ്താൽ മതി. അതാണ് നമ്മുടെ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് എന്ത്, സ്ലോ മൂവിങ് ഇൻവെൻട്രി എന്ന് പറയും. സ്ലോ മൂവിങ് ഇൻവെൻട്രി, സ്ലോ മൂവിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, പതിയെ മൂവ് ചെയ്യുന്ന ഇൻവെൻട്രി. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എന്ത് കാണും, പതിയെ മൂവ് ചെയ്യുന്ന കുറച്ച് ഇൻവെൻട്രീസ് ആണ്. മീൻസ് അത്രയ്ക്ക് ആർക്കൊന്നും വേണ്ടാത്ത, അത്രയ്ക്ക് വലിയ താല്പര്യമില്ലാത്ത കുറച്ച് ഇൻവെൻട്രി കാണും നമ്മുടെ വെയർ ഹൗസിൽ കാണും. സോ ഇതിനെയും കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് വരും, നമുക്ക് കുറച്ച് എക്സ്ട്രാ ചിലവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മാനേജ്മെൻറ്റ് നീഡ് ടു റിവ്യൂ ഇൻവെൻട്രി യൂസേജ് ടു ഐഡൻറ്റിഫൈ സ്ലോ മൂവിങ് ഇൻവെൻട്രി ആൻഡ് ഏജ്ഡ് ഇൻവെൻട്രി അനാലിസിസ് ഷുഡ് ബി ടേക്കൺ, പ്രൊഡ്യൂസ്ഡ് ആൻഡ് റിവ്യൂഡ് റെഗുലർലി സോ ദാറ്റ് ആക്ഷൻ ക്യാൻ ബി ടേക്കൺ. നമ്മൾ എന്ത് ചെയ്യണം, ഏജ്ഡ് ഇൻവെൻട്രി അനാലിസിസ് ചെയ്യണം. നമ്മൾ നോക്കണം എന്ത്, ഇൻവെൻട്രിയിൽ പോയിട്ട് നമ്മുടെ വെയർ ഹൗസിൽ പോയിട്ട് നോക്കണം, പഴയ ഇൻവെൻട്രി എന്തെങ്കിലും കിടപ്പുണ്ടോ, കുറേ നാളായിട്ട് മൂവ് ആകാത്ത ഇൻവെൻട്രി എന്തെങ്കിലും കിടപ്പുണ്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് കുറച്ച് ആക്ഷൻസ് എടുക്കണം. ആ ആക്ഷൻസാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കും. നമ്മുടെ കമ്പനിയിൽ കുറേ പഴയ ടൈപ്പ് ഡിസ്പ്ലേ കിടക്കുന്നു, പഴയ സാധാ LED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. സോ അതാണ് ആക്ച്വലി എന്താ, ഔട്ട്ഡേറ്റഡ് ആണ്. സോ ഇങ്ങനത്തെ ഇൻവെൻട്രി ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ കമ്പനി എന്ത് ചെയ്യണം, ആ ഒരു LED ഡിസ്പ്ലേസ് എന്ത് ചെയ്യണം, ജസ്റ്റ് എലിമിനേറ്റ് ചെയ്യണം. മീൻസ് ഇൻവെൻട്രിയിൽ എന്ത് ചെയ്യണം, സെല്ല് ചെയ്ത് വെറുതെ ഒഴിവാക്കണം. മീൻസ് ഇത്
യൂസ് ചെയ്യുന്നവരെ നോക്കിയിരിക്കാതെ എപ്പോഴാണോ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അത് എലിമിനേറ്റ് ചെയ്ത് വിടുക. അതാണ് ആദ്യത്തെ ആക്ഷൻ. രണ്ടാമത്തെ ആക്ഷൻ എന്ന് വെച്ചാൽ സ്ലോ മൂവിങ് ഇൻവെൻട്രി നമ്മൾ എപ്പോഴേ ഓർഡർ ചെയ്യാവുള്ളൂ, ആവശ്യം വരുമ്പോഴേ ഓർഡർ ചെയ്യാവുള്ളൂ. നമുക്കറിയാം ഒരു ഇൻവെൻട്രി സ്ലോ മൂവിങ് ആണെന്ന്, അപ്പോൾ അത് ആവശ്യം വരുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഓർഡർ ചെയ്യാവുള്ളൂ. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു LED സ്ക്രീൻ സ്ലോ മൂവിങ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യം വരുമ്പോൾ മാത്രം, ഏതെങ്കിലും ഒരു കസ്റ്റമർ LED സ്ക്രീൻ വെച്ചിട്ടുള്ള ഫോൺ ഡിമാൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ സ്ക്രീൻ നമ്മുടെ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചാൽ മതി. അല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, ആ ഒരു സ്ക്രീൻ ഓർഡർ ചെയ്ത് നമ്മുടെ വെയർ ഹൗസിലേക്ക് വെക്കേണ്ട. അതിനാണെന്ന് പറയുന്നത് സ്ലോ മൂവിങ് ഇൻവെൻട്രി ഐറ്റംസ് ഓൺലി ഓർഡർഡ് വെൻ ആക്ച്വലി നീഡഡ് അൺലെസ് എ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഇമ്പോസ്ഡ് ബൈ ദ സപ്ലയർ. നമുക്ക് എപ്പോഴും അങ്ങനെ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ സപ്ലയർ എന്ത് ചെയ്യും, ഇത് നിർബന്ധമായിട്ട് ഓർഡർ ചെയ്യണം, ഇത്രയും ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണമെന്ന് ചിലപ്പം അവർ ചാട്ടിയും പിടിക്കും. പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എന്താ ചെയ്യാവുള്ളൂ, സ്ലോ മൂവിങ് ഇൻവെൻട്രി എപ്പോഴാണോ ആവശ്യം അപ്പോഴേ എന്ത് ചെയ്യാവുള്ളൂ, പർച്ചേസ് ചെയ്യാവുള്ളൂ. പിന്നെ റിവ്യൂ ഓഫ് ഡിമാൻഡ് ലെവൽ എസ്റ്റിമേറ്റ്സ് ഓൺ വിച്ച് റീ ഓർഡർ ഡിസിഷൻസ് ആർ ബേസ്ഡ്. നമ്മൾ നോക്കണം ഈ ഒരു സ്ലോ മൂവിങ് ഇൻവെൻട്രി വെച്ചിട്ടുള്ള ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഈ LED സ്ക്രീൻ വെച്ചിട്ടുള്ള ഫോൺസിൻ്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓക്കെ ഇത് നമുക്ക് എന്താക്കാം, ഫ്യൂച്ചറിൽ സെയിൽ ചെയ്ത് ഒഴിവാക്കാമെന്ന് പറയാം. ഇനി ഡിമാൻഡ് ഭയങ്കര കുറവാണെങ്കിലോ നമുക്കറിയാം ഇത് എന്താ സെയിലായി പോകത്തില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അത് എലിമിനേറ്റ് ചെയ്ത് വിടണം. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, ഡിമാൻഡ് ലെവൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കണം. സോ ഇതാണ് ആക്ച്വലി മാനേജിങ് ഇൻവെൻട്രി എന്ന് പറഞ്ഞ ടോപ്പിക്ക്. നമ്മളിപ്പോൾ കുറേ ടോപ്പിക്ക് നോക്കി, കുറേ ചെറിയ ചെറിയ ടോപ്പിക്സ് നോക്കി, ജസ്റ്റ് ഇൻ ടൈം നോക്കി, പീരിയോഡിക് റിവ്യൂ സിസ്റ്റംസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി. സോ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എഴുതുക, നമ്മുടെ വെൻഡേഴ്സ് എന്ത് ചെയ്യും, സോൾവ് ചെയ്ത് തരും. അപ്പോൾ ഓക്കെ, താങ്ക് യു.